നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ള ഈ 4 കൂട്ടുകാർ അല്ലെങ്കിൽ ഈ 4 കുട്ടികൾ അവർ ഈ നാടിനാകെ തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം നാട്ടകം ചിട്ടിക്കുന്ന് എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം ഇവർ കടയിലേക്ക് പോകുമ്പോഴാണ് റോഡിൽ കിടന്ന് ഒരു വലിയൊരു തുക ഈ 4 പേർക്കും കിട്ടുന്നു. തുടർന്ന് ഇവരിത് വീട്ടിൽ പറയുകയും ഈ ഉടമയ്ക്ക് തന്നെ ഈ പൈസ തിരികെ നൽകണമെന്ന ഒരു ഉറച്ച വാശിയുടെ പുറത്ത് ഇന്നിപ്പോൾ പോലീസിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു തുക ഏൽപ്പിക്കുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ തന്നെ നമ്മളോടിപ്പോൾ പറയുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു നാടിന് തന്നെ മാതൃകയായി മാറിയ ഈ കൂട്ടുകാരുടെ പേര് ആദ്യം ചോദിക്കാം. അവിടെ പേരെങ്ങനെയാണ് നിങ്ങളുടെ? കാശി സുരേഷ്. കാശി സുരേഷ്. പേര്? നെവിൻ ജോ അഗസ്റ്റിൻ. ആരാധ്യ മിതേഷ്. ഏബൽ ജോ അഗസ്റ്റിൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. ഏത് സ്കൂളാ? ഗവൺമെന്റ് HSLPS കലൂർ. മോനോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1. സ്കൂള്? മറിയപ്പള്ളിയിലെ. മോളെ 7ാം ക്ലാസ്സിൽ. മട്ടന്നൂർ GOP. മറിയപ്പള്ളി GVHS നാട്ടകം. എത്രാം ക്ലാസ്സിലോ? 8ാം ക്ലാസ്. ഇത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അപ്പം തൈര് മേടിക്കാൻ കട വിട്ട് ബാക്കി പൈസക്ക് മുട്ടായി മേടിച്ചോളാം പറഞ്ഞു. ഞങ്ങൾ തൈര് മേടിച്ചാൽ മുട്ടായി മേടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അവിടുത്തെ തൈര് മേടിച്ചില്ലല്ലോ. ഞാൻ തിരിച്ച് മേടിക്കാൻ പോകുമ്പോൾ കണ്ട് ഈ പേഴ്സ് ഇങ്ങനെ കണ്ട് റോഡിൽ കിടക്കുമായിരുന്നു. ഇങ്ങനെ നടുക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നടുക്കുന്ന എടുത്ത് അപ്പോൾ എൻ്റെ നിറച്ച് 500 നോട്ട്. അപ്പോൾ എണ്ണിയൊന്നും നോക്കിയില്ല, നേരെ കൊണ്ട് വീട്ടിൽ കൊടുത്ത് അവരെണ്ണി നോക്കി സംഭവങ്ങളൊക്കെ ചെയ്തു. ആണല്ലേ. ഇതിപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നു ഈ സ്ഥലം വരുന്നത്? എവിടെ ആയിട്ടായിരുന്നു കിടന്നിരുന്നത്? പോർട്ട് റോഡില്ലേ, ആ വഴി പോകുന്നത്. വഴി റോഡിൽ തന്നെ കിടക്കുമായിരുന്നു. നടുക്ക് കിടക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുവാണോ ബാക്കി ഇനി എങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. കാരണം ഇതിപ്പം നമ്മളെ വീട്ടിൽ വന്ന അന്നേരം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് പറഞ്ഞു. അപ്പോൾ എണ്ണിയൊന്നും നോക്കിയില്ല, വേറെ ഡോക്യുമെന്റ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കി ഒന്നുമില്ലായിരുന്നു. ലൈസൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ? ഇല്ല, കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ല. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാ. അപ്പം നമ്മളെ എങ്ങനെയായിരുന്നു നമ്മൾ ഇന്നലെ ഈ സാധനം കിട്ടി നമ്മൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന ഒരു വാശി എങ്ങനെയാ നമുക്ക് വന്നേ? അത് അതിൽ കുറെ 500 നോട്ട് കണ്ടെടുത്ത് സങ്കടം വന്നു. നമുക്ക് അന്നേരം കൊടുക്കാന്ന് തിരിച്ച് ഉടമയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് തോന്നി. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞ നേരത്ത് അതിൽ ആളെ ഫോട്ടോ എല്ലാം ഉണ്ട്, നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാന്ന് വെച്ച്. ഇന്നലെ നിങ്ങൾ മുട്ടായൊക്കെ മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നില്ലേ? അതായത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നോ കൂടെ? അപ്പൊ എങ്ങനെയാ ഇത് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കും, കണ്ടുപിടിക്കും. എങ്ങനെയാടാ? കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണല്ലേ. അതെങ്ങനെ ആ ഒരു വാശി എങ്ങനെ വന്നേ? അത് ആ പൈസ കണ്ടപ്പോ സങ്കടം ആവശ്യത്തിന് തോന്നുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഇവരെ പോലെയുള്ളവർ വലിയൊരു മാതൃക തന്നെയായി മാറുകയാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നോക്കിയാലും ഇന്നത്തെ യുവസമൂഹം ലഹരിയും അല്ലെങ്കിൽ മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ അഡിക്ഷനായി മാറുമ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൂട്ടുകാർ നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയായി മാറുകയാണ്. എന്തായാലും ഇവരുടെ ഈ ഒരു ലക്ഷ്യം വിജയത്തിൽ എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു പൈസ അല്ലെങ്കിൽ ഈ കളഞ്ഞു കിട്ടിയ പൈസ ആ ഉടമയ്ക്ക് തന്നെ, ഇവരുടെ മനസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആ ഉടമയ്ക്ക് തന്നെ തിരികെ ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.